അപ്പ ഹായ് പറഞ്ഞേ. അപ്പ അപ്പൊ പോയി പറഞ്ഞേ. അപ്പനെ അപ്പൊ പോയി ലൂല സ്കൂളിൽ പോയി. ദേ ദേ അബി അബി അപ്പൊ പോയി. അയ്യോ അതെ കഷ്ടേ കാക്കി കാക്ക കൊണ്ടുപോയി. ദേ കാക്ക പോടെ കള്ള. കാക്കി പാപ്പയോടെ ഏ പാപ്പയെ വിളിച്ചേ. പപ്പി ആ ലീലമ്മയോ ഏ അമ്മമ്മേനെ വിളിച്ചേ. അമ്മമ്മ വായോ. പാടാ ലൂലു ലൂലു പോകാം. ലുലു 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 പോകാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദേ ഇന്ന് ഡേ 1 ഓഫ് സ്കൂളാണ് കേട്ടോ. വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകണം. അപ്പം ഞാൻ കണ്ണ് തുറന്നിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയോ ഒരു 6:30 കണ്ണ് വലിച്ച് തുറന്ന് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ അടുക്കളയിൽ വരുന്നവരെ എന്തുണ്ടാക്കണം എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നില്ല. ഇനി ആ ഒരു റൊട്ടീനിലേക്ക് എത്തണം വീണ്ടും. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഇടിയപ്പം ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇടിയപ്പം ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇടിയപ്പവും മുട്ടക്കറി. മമ്മിക്കും ഡോൺ ചേട്ടനും പാലൊഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗം ഇടിയപ്പത്തിനുള്ളത് കുഴയ്ക്കുകയാണ് കേട്ടോ. എനിക്കെപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എൻ്റെ വീട് ഓർമ്മ വരും. കാരണം എൻ്റെ വീട്ടിൽ ഒരു 24 വർഷം ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇടിയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നപ്പം ഡിമ്പിളായിരുന്നു കൂടുതലും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ തോമൂനത് ഇഷ്ടമായി തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കിയേ തീരുള്ളൂ. അല്ലേ, നമ്മുടെ ഡ്യൂട്ടിയാണല്ലോ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ വളരെ നല്ല രീതിയിൽ വന്നു. നല്ല അടിപൊളി നൂലപ്പം ഉണ്ടാക്കും കേട്ടോ. അതിലൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഉണ്ടാക്കും സാധനങ്ങൾ, പക്ഷേ അത് പെർഫെക്റ്റാണ്. എൻ്റെ കയ്യിൽ അതിൻ്റെ കറക്റ്റ് സാധനങ്ങളില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ. എനിക്ക് അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് പോകും. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ അതിൻ്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ ആ ഒരു പരിപാടിക്ക് ഇറങ്ങുള്ളൂ. എനിക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടിട്ട് ചെയ്യാനുള്ളൊരു നാക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ട തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള സബോള അരിയണം. അങ്ങനെ കുറച്ച്, അതായത് 8:15 ഈ പരിപാടിയൊക്കെ കഴിയണം എൻ്റെ. അല്ലെങ്കിൽ തോമുവിനെ കുളിപ്പിക്കാനും റെഡിയാക്കാനും ഉള്ള ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം തട്ടിപ്പൊത്തി വെച്ചു. ഇനിയിപ്പോൾ ഒരു മൂടിയെടുത്ത് മൂടി വെക്കണം. എന്നാലേ ചൂട് അതിനകത്ത് തങ്ങി നിന്ന് അതൊന്ന് വേവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തതിനിടയ്ക്ക് ഞാൻ കട്ടൻ കാപ്പി കുടിക്കുന്നുണ്ട്. തോമുവിൻ്റെ വാട്ടർ ബോട്ടിൽ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം പോയി വെള്ളം എടുത്തുകൊണ്ട് വരണം. ഇപ്പോൾ ഓൾറെഡി 7:15. ഞാൻ പ്ലാൻ ചെയ്ത പോലെ തന്നെ 15 മിനിറ്റ് ഇനി അത് ഒന്ന് ഞാൻ സെറ്റാവാൻ വെക്കും കേട്ടോ. ചൂടായിട്ട് മീൻസ് അത് സെറ്റാവാനായിട്ട് ഇത് വെള്ളം കൊണ്ടുവന്ന് വെച്ചു. ഇനി തോമുനുള്ള സ്നാക്സ് റെഡിയാക്കണം. ഇത് കട്ടൻ കാപ്പി കുടിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്കും രാവിലെ എഴുന്നേൽക്കുമ്പം കട്ടൻ കാപ്പി കുടിക്കണം എന്ന് ഇങ്ങനെ തരും. ഇപ്പം ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ മധുരമില്ലാത്ത ചായയാണ് അല്ലെങ്കിൽ കട്ടൻ കാപ്പിയാണ് കുടിക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുമ്പം അങ്ങനെ ആദ്യം ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മധുരം ഇടാം കേട്ടോ. അപ്പോൾ വേഗം സബോള പൊളിക്കുകയാണ്. മുട്ടക്കറി നൂലപ്പത്തിന് നല്ലൊരു കോമ്പിനേഷനാണ്. ചിക്കൻ കറി ഞങ്ങൾ കൂടുതലും മുട്ടക്കറിയാണ് കേട്ടോ. രാവിലെ നോൺ വെജ് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുട്ടക്കറിയാണ് കൂടുതലും എടുക്കുക. പിന്നെ ഡോൺ ചേട്ടൻ ഓൺലി പാൽക്കറി കേട്ടോ, വേറെ ഒന്നും പറ്റില്ല. അങ്ങനെ വേഗം ചെയ്തു. ഞാൻ എന്താ പറയുക 5 മിനിറ്റ് കഴിയുന്നതോറും ക്ലോക്കിൽ നോക്കും, സമയമായോ എന്ന്. വേഗം തീർക്കണം, എന്നാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുള്ളൂ. പിന്നെ നമുക്കിന്ന് പുറത്ത് പോകാനൊരു പ്ലാനുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു എന്ന് തോന്നുന്നു. ചാക്കോച്ചൻ്റെ ബർത്ത്ഡേക്ക് ഡിമ്പിളിൻ്റെ വക ഒരു സൈക്കിൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് വായിക്കാൻ ഞങ്ങൾ 3 പേര്, അതായത് 4 പേരോട് ഒന്നിച്ച്, അതായത് ഞാൻ, ഡോൺ ചേട്ടൻ, ഡിമ്പിൾ, ചാക്കോ അടക്കം പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഈ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ വിടണമല്ലോ. അപ്പോൾ വേഗം ചെയ്യുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കൈയൊന്ന് മുറിഞ്ഞു, നല്ലൊരു സുഖം കിട്ടി. അപ്പോൾ ഇതേ പാച്ചും മമ്മിയും അവിടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പാച്ചു ഒന്ന് കോളിംഗ് ബെൽ അടിച്ചാണ് കേട്ടോ. അപ്പം ചാക്കോ നോക്കിയിരിക്കുകയായിരിക്കും, ഒരു ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോയേനെന്ന്. അങ്ങനെ ഞാൻ വേഗം അരിയാണ് കേട്ടോ. എനിക്ക് കട്ടിംഗ് ബോർഡ് ഇല്ലാണ്ട് എനിക്ക് അരിയാൻ അറിയില്ല. അമ്മയൊക്കെ കയ്യിൽ വെച്ചിട്ട് നല്ല സ്പീഡിൽ അരിയും, പക്ഷേ എനിക്ക് അതിനുള്ള നാക്കില്ല. ഇന്ന് ശരിക്കും ഒരു ടൈറ്റ് ഡേ ആണ്. ഞാൻ പറഞ്ഞത് രാവിലെ അതിന് പോകണം. ഉച്ച കഴിഞ്ഞ് എനിക്ക് റൂട്ട് കനാലിൻ്റെ ബാക്കി സിറ്റിംഗ് ഉണ്ട്. ഡോൺ ചേട്ടന് പല്ലെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, പക്ഷേ ചീറ്റിപ്പോയി. ഷുഗർ കൂടുതലാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്കെന്തായാലും പോയേ പറ്റുള്ളൂ. എൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാകും. കാരണം ഒരു 1.5 ആഴ്ച ഗ്യാപ്പ് വന്നു. ശരിക്കും ഓണത്തിൻ്റെ തലേന്ന് എനിക്ക് തോന്നുന്നു 5-ാം തീയതി അല്ലേ ഓണം.
3-ാം തീയതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാമോ എന്ന് ചോദിച്ചിട്ട്, പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതേ മുട്ടക്കറി വെക്കാൻ പോകണം കേട്ടോ. അപ്പം സൈഡിൽ മുട്ട വേവുന്നുണ്ട്, അതായിക്കോളും. അങ്ങനെ ദേ ഞാൻ നമ്മുടെ നൂലപ്പത്തിനുള്ളത്, എനിക്ക് ഇതാട്ടോ ഒന്നും കൂടെ ഈസി ആയിട്ട്, മറ്റേ ഞെക്കി പിഴിയില്ല പണ്ടത്തെ, അതെനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ അതാണ്. ഇതാകുമ്പോൾ ഞാൻ വേഗം ചെയ്യും കേട്ടോ. നല്ല ചൂടിപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ നൂലപ്പം 2 സെറ്റ് വെച്ചാലേ ഞങ്ങൾക്ക് ആവുള്ളൂ. കാരണം പാച്ചുനും തോമുനും സ്കൂളിൽ കൊണ്ടുപോകണം. ചാക്കോയ്ക്ക് വേണം. ചാക്കോയ്ക്ക് ഞാൻ ഉണ്ട ഉണ്ടാക്കി കേട്ടോ, മധുരം വെച്ചിട്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ചാക്കോച്ചനും കുറച്ച് സാധനങ്ങൾ, സ്കൂൾ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകണം. ബാഗല്ല സ്നാക്ക് ബാഗും ഒക്കെ നോക്കാൻ പോകണം. അറിയില്ല, അവൻ ഇരുന്നാലേ നമുക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. അപ്പോൾ അതേ നൂലപ്പം ബാക്ക് ടു ബാക്ക് ഉണ്ടാക്കുന്നുണ്ട്. സ്ലോലി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ പറയുക, വേഗം ചെയ്യണം. തോമുന് കുളിമ എനിക്ക് ടെൻഷനാണ്. കാരണം കുറേ ദിവസം കഴിഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യും. തലേന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നാളെ രാവിലെ സ്കൂളിൽ പോകണം, വെറുതെ മൂങ്ങിയിട്ട് 10 പൈസയ്ക്ക് കാര്യമില്ല, നീ സ്കൂളിൽ പോയിരിക്കും. എന്തായാലും തോമു രാവിലെ കരഞ്ഞില്ല. പക്ഷെ പാച്ചുവിനൊരു ക്രാങ്കിനെസ് ഉണ്ടായിരുന്നു. കാരണം അവൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ 1 മണിയായെന്ന് ഡിമ്പിളും മമ്മിയും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവന് ഉറക്കക്ഷീണം. അപ്പോൾ വേഗം എഴുന്നേൽപ്പിച്ചപ്പോൾ അതവന് 9 മണിയായപ്പോൾ വിളിച്ചപ്പോൾ അവന് കണ്ണ് തുറക്കാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇനി പിള്ളേരൊന്ന് സെറ്റായി വരാൻ സമയം എടുക്കും കേട്ടോ. അങ്ങനെ ഒരു 8:15 ആവുന്നതിന് മുമ്പ് മുട്ടക്കറിയും നൂലപ്പം ഓൾറെഡി ഒരു സെറ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചു. ഇതേ കാപ്പി എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സെറ്റ് ഞാൻ ഇൻഡക്ഷനിലും വെച്ചിട്ടുണ്ട് കേട്ടോ. തോമുനുള്ള സ്നാക്സും റെഡിയാക്കി. ഇനി അത് ടവലിൽ പൊതിഞ്ഞ് അവൻ്റെ ബാഗിലാക്കി സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുള്ളൂ. വേഗം പോയി തോമുനെ എഴുന്നേൽപ്പിച്ച് ഇതേ കുളിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതായത് ഞാനിങ്ങനെ അവൻ കരയാൻ നോക്കണ്ട. അവൻ ചേട്ടൻ അങ്ങനെയാണെങ്കിൽ കരഞ്ഞ് കീറി പൊട്ടിക്കും. ഞാൻ അവൻ്റെ മൈൻഡ് മാറ്റാൻ മാക്സിമം ശ്രമിക്കും. വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയാണോ ഇങ്ങനെയാണോ, ക്ലാസ്സിൽ ആരൊക്കെ വരും, ഇന്ന് ബിന്ദു മാം വരുമോ എന്നൊക്കെ ചോദിച്ച് മാക്സിമം അവനെ ഡൈവേർട്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ യൂണിഫോം ഇടൽ കുറച്ച് കട്ടിപ്പിടിച്ച പരിപാടിയാണ്. കാരണം അവൻ മസിൽ പിടിച്ച് നിൽക്കും ഈ വള്ളിയും ഇതുമൊക്കെ. അപ്പം അവൻ്റെ തലയിൽ കുറച്ച് ചൂട് കുരു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഭയങ്കരമായിട്ട് അവന് ഇറിറ്റേഷൻ. ഞാൻ ആദ്യം വിചാരിച്ചു സത്യം പറഞ്ഞാൽ പേനാന്നാണ് വിചാരിച്ചത്. പക്ഷെ നോക്കിയപ്പം ചീവിയൊക്കെ നോക്കിയപ്പോൾ ഒന്നുമില്ല. പിന്നെ ശരിക്കും ഒന്ന് പരന്ന് നോക്കിയപ്പോൾ കുരുക്കൾ അവിടെ എവിടെയും വന്നിട്ടുണ്ട്, ചൂട് കുരു. അപ്പോൾ അതാണ് അവൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ. പേനായിരിക്കും, പേൻ കയറിയാൽ പിന്നെ കഴിഞ്ഞു. അത് ഒബിയസ്ലി ചാക്കോയ്ക്ക് കിട്ടും, നമുക്ക് കിട്ടും, ആകെ മൊത്തം ചൊറിച്ചിൽ മയാവും. ഒന്നാമത് തന്നെ താരൻ കാരണം ഇറിറ്റേഷനാണ്. അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നാൽ പിന്നെ പൂർത്തിയാവും കേട്ടോ. അപ്പോൾ വേഗം റെഡിയാക്കുകയാണ്. ഡോൺ ചേട്ടനും ചാക്കോയും എണ്ണിച്ചിട്ടേ ഉള്ളൂ. ഞാനും ഡാഡിയാണ് ആദ്യം എഴുന്നേൽക്കുക. പിന്നെ ഒരു 8:15 8:30 കഴിയുമ്പോൾ ഡിമ്പിൾ വരും. അങ്ങനെയാണ് ഞങ്ങളൊരു ബാച്ചായിട്ടാണ് റെഡി ആവുക കേട്ടോ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്തായാലും ചെയ്യും. അപ്പോൾ എല്ലാവരോടും വന്ന് നിന്നിട്ട് കാര്യമില്ല. പിന്നെ ലഞ്ചും കാര്യങ്ങളും ഡിമ്പിൾ നോക്കും. അങ്ങനെയാണ്. ആർക്കാണോ ടൈം അവർ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ചെയ്യും. ചിലപ്പോൾ ഉച്ചയ്ക്ക് ചെയ്യുന്ന ആൾ രാത്രിത്തേനുള്ള കറിയും ചെയ്ത് വെക്കും. അങ്ങനെ നമ്മൾ കറികൾ വെക്കുമ്പോൾ മാക്സിമം പ്ലാൻ ചെയ്ത് ആണ് കേട്ടോ ചെയ്യാതെ. തോമു ഷൂ ഇടാനായിട്ട് ഇരുന്നു കേട്ടോ. എൻ്റെ പെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം പെട്ടിയിലുള്ള കുറേ സാധനങ്ങൾ ഞാൻ പൊട്ടിച്ച് പുറത്തിട്ടിട്ടാണല്ലോ പോയത്. അപ്പോൾ അതൊക്കെ തിരിച്ചകത്ത് വെച്ചെങ്കിലും അടച്ച് കട്ടിലടിക്കറ്റാനുള്ള ഗ്യാപ്പ് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. വീട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നാണ് ഞാൻ വീട്ടിലോട്ട് വിളിച്ചത്. സംഭവം ഇടയ്ക്ക് അമ്മ പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമെങ്കിലും വീഡിയോ കോൾ ചെയ്ത് പിള്ളേരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതേ തോമസ് സ്കൂളിൽ പോകാൻ റെഡിയായപ്പോൾ ഇതേ ചാക്കോ പതിവ് പോലെ ആദ്യമേ കയറി നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ ചാക്കോച്ചൻ്റെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത്. ഇപ്പോൾ ഡോൺചേട്ടൻ വീട്ടിൽ നല്ല വിഷത്തിലാണ് നിൽക്കുന്നത്. അവനെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും. കാരണം നമുക്കിന്ന് സൈക്കിളൊക്കെ വാങ്ങിക്കാൻ പോകണമല്ലോ. അപ്പോൾ ഒന്നിച്ച് പോവാം. ആ കൂട്ടത്തിൽ ഷുഗറും ടെസ്റ്റ് ചെയ്യുക, ആഫ്റ്റർ ഫുഡ് ഉള്ളത് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചാക്കോ പറയണം അപ്പം പോയി, ചേട്ടൻ പോയി, ഇതാണെന്ന്. അപ്പോൾ കുറച്ച് പേര് എനിക്ക് പേഴ്സണലിയും കമൻസും ഒക്കെ ഇട്ട് ചാക്കോച്ചൻ്റെ വർത്തമാനം കേൾപ്പിക്കുമോ, കളികൾ കാണിക്കുമോ എന്നുള്ളതൊക്കെ. ഒന്നെങ്കിൽ ഭയങ്കര കളിക്കുമ്പം ടി വിയുടെ മ്യൂസിക്കാണ്. അപ്പം നമുക്കത് കോപ്പിറൈറ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് കൂടുതലും അതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ നോക്കാം കേട്ടോ. ചാക്കോച്ചനെ നിർത്തി വർത്തമാനം പറഞ്ഞ് ഒന്നെങ്കിൽ ഇതിൽ ഞാൻ ഹൈലൈറ്റ്സ് ഇടാം കേട്ടോ. കാരണം ഇത് അവൻ വർത്തമാനം പറയുന്ന രംഗങ്ങളാണ്. കാക്ക കൊണ്ടുപോയി അപ്പേനെ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ കമ്മിങ് ഡേയ്സിൽ അവനോട് വേണ്ടിയിട്ട് ഒരു കുട്ടി വ്ളോഗ് ഇടാം കേട്ടോ. അങ്ങനെ ഇനിയിപ്പം ഞാൻ തോമു സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ പോയി ഒരു 8:50 അല്ലെങ്കിൽ 9-നുള്ളിൽ ഇത് കാണും. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ പരിപാടി കഴിയും. പിന്നെ പാത്രം കഴുകും കാര്യങ്ങളുമായിട്ട് ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും മമ്മി എണീറ്റ് വന്ന് ഭക്ഷണം കഴിക്കുക, ഡിമ്പിൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക.
ഡാഡിയും ഞാനും ഡോൺ ചേട്ടനും ഒരു 8:30 to 9 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും കേട്ടോ. അങ്ങനെ ഇതേ പാത്രങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് കഴുകാനുള്ളത്. അപ്പോഴത്തേനും നമ്മുടെ ചാക്കോക്കൂട്ടൻ റെഡിയായിട്ട് ബാഗൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മമ്മി എണ്ണിട്ടുണ്ട്, മമ്മിയോട് ബൈ പറയാനായിട്ട് പോവാണ് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ റെഡിയായിട്ട്, തോമുചേട്ടൻ്റെ ഷർട്ടാണ് കേട്ടോ, അതിട്ടിട്ട് ഞാൻ ലൂസാണ്, അകത്ത് ഇൻസേർട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ ബാഗ് ഇട്ടിട്ടാണ് ചാക്കോ ഇനി സ്കൂളിൽ പോവാം കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ് കുട്ടി അപ്പയുടെ കൂടെ പോകുന്നതിൽ. എനിക്കറിയില്ല ഇരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സ്കൂളിൽ പോകാം. രാത്രി ആയാലും സ്കൂളിൽ പോകാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പോയി തുടങ്ങുമ്പോഴും ഇതൊക്കെ ചോദിച്ചാൽ മതി. എനിക്ക് അതാണ് ടെൻഷൻ, ഇങ്ങനെ പറയണ കുട്ടികൾ പോവില്ല എന്ന് കേട്ടിട്ടുണ്ട്. ചാക്കോ നീ പോയില്ലെങ്കിൽ എൻ്റെ പ്ലാൻ മൊത്തം തെറ്റി. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഡ്രൈവിങ്ങിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ബിസിനസ്സിന് കുറച്ച് ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ നടക്കണമെങ്കിൽ ഇവരെല്ലാം സ്കൂളിൽ പോകണം. അപ്പോൾ ഡിമ്പിളിനെ പോയി വിളിക്കാൻ പോകണം. സൈക്കിൾ മേടിക്കാൻ പോകണമെങ്കിൽ ഡിമ്പിൾ വേണമല്ലോ. അപ്പോൾ ഡിമ്പിളിനെ വിളിക്കുകയാണ്. അപ്പോൾ ഓച്ചു ആയോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. പിന്നെ ഞാൻ ഫോട്ടോയ്ക്ക് വിളിച്ചെങ്കിലും ചേട്ടന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം അപ്പം എങ്ങാനും ഇട്ടിട്ട് പോകും. കാരണം എല്ലാ ദിവസവും എല്ലാവരും എന്നെ പറ്റിച്ചിട്ടാണ് ഈ വീട്ടിൽ നിന്ന് പോണത്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി നിന്നിട്ട് ഒരു പറ്റിക്കലുണ്ടായാൽ അത് കുട്ടിക്ക് ഇൻസൾട്ട് ആവും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വേഗം പോകാനുള്ള തത്രപ്പാടില്ല. അപ്പോൾ ഡിമ്പിൾ റെഡി ആവണുള്ളൂ. അപ്പോൾ ഡിമ്പിളിനെ പോയി ഓച്ചു പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓച്ചിനെ അപ്പോൾ ഡിമ്പിൾ ചോദിച്ചു ഓച്ചു സുന്ദരിയാണോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡിമ്പിൾ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോടാ. അപ്പോൾ അവനതൊക്കെ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഇല്ലയെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ ഡിമ്പിളിൻ്റെ കൈയും പിടിച്ച് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ വണ്ടി ഡിമ്പിളിൻ്റെ കൂടെ ഗേറ്റ് തുറക്കാൻ പോകണം. കുട്ടി 6:30 കുട്ടിക്ക് അങ്ങനെയൊന്നുമില്ല, വീണടം വിഷ്ണു ലോകം, ആരാ എൻ്റെ കൂടെയുള്ള അവരെൻ്റെ എല്ലാമാണ്. അങ്ങനെ സൈക്കിൾ വായിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കുരിയച്ചിറയിലൊരു കട ഡോൺ ചേട്ടൻ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്കാണ് പോണത്. പോവാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചാക്കോയ്ക്ക് പുറത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോകാറില്ല. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ പുറത്ത് പോയാൽ ഡോൺ ചേട്ടൻ ഫുൾ ടൈം എടുക്കണം. അത് ഡോൺ ചേട്ടൻ്റെ ഹെൽത്തിന് അത്ര ഓക്കെ അല്ല. പിന്നെ ഈ പറയുന്ന പോലെ അവന് പെട്ടെന്ന് ഇൻഫെക്ഷനും ഇപ്പം ഫാർ ബെറ്റർ ആണ് കേട്ടോ. എന്നാലും നമുക്ക് കുറേ ടെൻഷൻസും കാര്യങ്ങളും ബാക്കിയുണ്ട്. അങ്ങനെ ആ കുരിയച്ചിറയിലുള്ള സൈക്കിൾ കടയിൽ ചെന്നെങ്കിലും നമ്മൾ നോക്കി അല്ലെങ്കിൽ മനസ്സിൽ കണ്ട ഒരു സാധനം അവിടെ നിന്ന് കിട്ടി. ചാക്കോ ചെന്ന വഴിക്ക് വലിയ സൈക്കിളിലാണ് കേട്ടോ പിടിച്ചത്. കാരണം ചേട്ടന്മാർക്കെല്ലാം ഉള്ളത് കൊണ്ട് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഓച്ചുൻ്റെ വക ഗിഫ്റ്റ് കിട്ടി, ലീലമാമ്മയുടെ വക ഗിഫ്റ്റ് കിട്ടി. ആദ്യം ലീലമാമ്മയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്, പിന്നെ ഡിമ്പിളിൻ്റെ വക കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പാച്ചുൻ തോമുനിപ്പം എന്നോട് ഡോൺ ചേട്ടനോട് അമ്മയോട് പറഞ്ഞത് എനിക്കൊരു പുതിയ സൈക്കിൾ വാങ്ങിച്ചു തരുമോ, എൻ്റെ സൈക്കിൾ പഴയതായി, ഇച്ചിരി ഹൈറ്റുള്ള സൈക്കിൾ വാങ്ങിച്ചു തരുമോ. അപ്പോൾ ഇന്ന് അമ്മ വിളിച്ചപ്പോൾ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു സൈക്കിൾ വേണമെങ്കിൽ അമ്മ വാങ്ങിച്ചു തരാം. അപ്പോൾ അമ്മ പറഞ്ഞു നീ ആ കുഞ്ഞ് സൈക്കിൾ എടുത്തു വെച്ചോ, അത് ചാക്കോയ്ക്കാണേലും സീറ്റൊക്കെ റെഡിയാക്കിയിട്ട് കൊടുത്തോ, വേണമെങ്കിൽ അവന് കുറച്ചും കൂടെ പൊക്കമുള്ള സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തോ. കാരണം അവൻ പഠിച്ചു വന്നപ്പോഴത്തേനും സൈക്കിൾ പഴയതായി പോയി. അപ്പോൾ അവന് നമുക്ക് പിള്ളേർക്കുണ്ടാകുന്ന ഒരു നോർമൽ കാര്യമാണ് പുതിയത് കാണുമ്പോൾ ഒരു കൊതി വരിക അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ നീ പറഞ്ഞു വാങ്ങിച്ചോ, ഞാൻ സ്പോൺസർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. ഇത് 10 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ജ്വരമൊക്കെ മാറി ഇവർ വേറെ ലോകത്തെത്തും. അവിടെ നിന്ന് സൈക്കിൾ വാങ്ങിക്കാത്തതിൻ്റെ ദുഃഖത്തിലാണ് ചാക്കോ മുഖമൊക്കെ വാടി പെടലിയൊക്കെ ഉളുക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിണങ്ങി ഇങ്ങനെ പെടലി ചരിച്ചിട്ട് നമ്മുടെ കൈക്കകത്താണ് കേട്ടോ ഇരിക്കുക. ഭയങ്കരമായിട്ട് സങ്കടം വരും. പിന്നെ നമ്മളിവിടെ നിന്ന് പള്ളിക്കുളം റൂട്ടിൽ പോയിട്ടോ, അവിടെ ഡിമ്പിളൊരു സൈക്കിൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. ചാക്കോയ്ക്ക് അവിടെ ചെന്നപ്പം റൈഡ് ഓൺ മതി. പക്ഷെ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിലധികം റൈഡ് ഓൺസ് ഉണ്ട്. റൈഡ് ഓൺസിൻ്റെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഇതേലാണ് കേട്ടോ ചെന്നപ്പോൾ തൊട്ടിരിക്കുന്നത്. പിന്നെ ഒരു ജീപ്പ്, പിന്നെ നമ്മളത് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് ഒരു പുതിയ മോഡലാണ്. സൗണ്ടും അതും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. മൂപ്പർക്ക് അതാണ് പിടിച്ചത്. പിന്നെ നമ്മൾ ഓൾറെഡി ട്രൈ സൈക്കിൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ക്വാളിറ്റിയിലുള്ള സൈക്കിൾ അവിടെ നിന്ന് കിട്ടി, നല്ല റീസണബിൾ റേറ്റിലും കിട്ടിയിട്ടോ. നിങ്ങൾ പിള്ളേർക്ക് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ സൈക്കിൾ തപ്പുന്നുണ്ട്, തൃശ്ശൂരാണെങ്കിൽ ഇത് നമ്മുടെ പള്ളിക്കുളം റോഡിൽ SK ട്രേഡേഴ്സ് ആണോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ, എനിക്കറിയില്ല. നമ്മുടെ കോനിക്കര കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ആ ലൈനിൽ GJ ഗോൾഡൊക്കെ കഴിയുമ്പോൾ കാണാം കേട്ടോ. പിന്നെ കുട്ടിക്ക് ഇഷ്ടമില്ലെന്നാണല്ലോ പറഞ്ഞു. പക്ഷേ ഇഷ്ടമില്ലാത്ത ആളുടെ എക്സൈറ്റ്മെൻറ്റ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പം കാണിച്ചു തരാം കേട്ടോ. ചാക്കോനെ നമുക്ക് വേഗം പ്രീതിപ്പെടുത്താൻ പറ്റും. ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു, എന്നെ പോലെയാന്ന് തോന്നുന്നു, ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. ചാക്കോ ഭയങ്കര അഡ്ജസ്റ്റബിളായിട്ട്, അഡ്ജസ്റ്റബിളാണ് കേട്ടോ. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോൾ അവനൊരു തരം ആഗ്രഹവും കൊതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
അപ്പോൾ ചാക്കോ സൈക്കിളൊക്കെ ഉണ്ടെന്ന് പറയുമ്പം കുറേ ലോകാര്യമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സിഗ്നൽ വരുമ്പം കോക്കിലി കാണിക്കുക, ബ്ലോക്ക് വരുമ്പോൾ ചിരിക്കുക, പൊട്ടഞ്ചിരി ചിരിക്കുക, അതൊക്കെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ മോൻ സ്കൂളിൽ പോകാൻ പോവാണ്, 2 വയസ്സായി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ആകാംക്ഷയുണ്ട്, വിഷമമുണ്ട്, നിൽക്കുമോ എന്നുള്ള ടെൻഷനുണ്ട്. എന്തൊക്കെ ടെൻഷനായാലും ഒരു അമ്മയ്ക്കുള്ളത് എനിക്ക് ആലോചിക്കാൻ വയ്യ. എന്നെപ്പോലെ ആയിരിക്കുമല്ലോ നിങ്ങളെല്ലാ അമ്മമാരും. അത് അമ്മമാർക്കെല്ലാം എല്ലാവർക്കും ഒരേ ഫീലിങ്സ് ആയിരിക്കുമല്ലോ മക്കൾ സ്കൂളിൽ പോകുമ്പം. എൻ്റെ ഇപ്പോൾ ആകെയുള്ള ഫീലിങ്സ് അവനൊന്ന് ഇരുന്ന് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ നമുക്ക് പെൻഡിങ്ങാണ്. ഒരു 2-3 മണിക്കൂർ ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് ഇതിലെ ന്യായം. അപ്പോൾ ഞാൻ ഡോൺചേട്ടനോട് ഇന്ന് പറയുമായിരുന്നു, ചാക്കോനെ വിട്ട് തുടങ്ങുമ്പോൾ തോമു പോകുന്ന കൂട്ടത്തിൽ തന്നെ ഡോൺചേട്ടൻ അവനെ ഡ്രോപ്പ് ചെയ്തു. പാച്ചു കുറച്ച് ലേറ്റായിട്ട് എണ്ണിക്കാറ്, അല്ലെങ്കിൽ പാച്ചുമായിട്ട് പോലെ ഡോൺചേട്ടൻ 2 ട്രിപ്പ് അടിക്കേണ്ടി വരും. പോകുന്ന കൂട്ടത്തിലും ആക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ ഡാഡിക്ക് കാർ എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. തിരിച്ച് വരുമ്പോൾ 2 പേരും ഒന്നിച്ച് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഒന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ടോക്കിൽ ഞാനിങ്ങനെ ഡോൺചേട്ടനോട് പറഞ്ഞു. ഡോൺചേട്ടൻ പറഞ്ഞു നോക്കണം, കാരണം നേരത്തെ പോയി ശീലിച്ചെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. തോമു പോകുന്ന കൂട്ടത്തിൽ പോയാൽ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ ഇതേ സൈക്കിൾ കിട്ടിയ ഫുൾ ബ്ലൂ മയാണ് കേട്ടോ. അങ്ങനെ കളിയും ചിരിയും കഴിഞ്ഞപ്പോൾ തോമു ചേട്ടനെ ഇന്ന് ഡാഡിയാണ് കൊണ്ടുവരുന്നത്. കാരണം ഡോൺ ചേട്ടൻ ഒരു 11:45 ആയപ്പോഴാണ് ഇവിടെ നിന്ന് പോയത്. പിന്നെ ഇതിനായിട്ട് ഹബ്ബിൽ നിന്ന് വരാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഡാഡി കൊണ്ടുവന്നു. അപ്പോൾ സൈക്കിൾ ഓടി പാച്ചുവിൻ്റെ സൈക്കിളിലായിട്ട് ഇറങ്ങണം. അപ്പോൾ ഞാൻ ഓടിച്ചകത്ത് കയറ്റിയാണ്. അപ്പോൾ ഡാഡിയുടെ നിന്ന് ബാഗ് വാങ്ങിക്കാൻ പോവാണ് ചാക്കോ. അപ്പോൾ തോമു സൈക്കിൾ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഇതെന്താ സംഭവം എന്നൊക്കെ. അത് കഴിഞ്ഞ് വേഗം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാൻ ചാക്കോച്ചനെ കുളിപ്പിച്ച് ഉറക്കി ഡിമ്പിളുടെ കയ്യിൽ കൊടുത്തിട്ട് തോമുവിനെ ഹബ്ബിലേക്കും പാക്കപ്പ് ചെയ്ത് വിട്ടു കേട്ടോ. ഇനി പല്ലിൻ്റെ പണിക്ക് പോകണം. അതെല്ലാം കഴിഞ്ഞ് ഋഷി ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ടാറ്റ ബൈ പറഞ്ഞ് വന്നു. അപ്പം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയി. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ബസ്സിലിരുന്ന് നല്ലപോലെ റിലയൻസ് എത്തുന്നവരെ കുറുക്കം വലിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോവാണ്. തിരിച്ച് വന്ന ചേട്ടന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു ഓട്ടം കിട്ടിയത്. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഏതാണ്ട് റോഡിൽ കുഴി ഞാൻ ഉണ്ടാക്കിയ പോലെയാണ് ചേട്ടൻ്റെ വർത്തമാനം. പിന്നെ പറയാണ് കേട്ടോ, ഇടയ്ക്ക് ഓട്ടം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ. അപ്പം ഞാൻ ഒരു മൂപ്പര് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബായ്.